എല്ലാം തികഞ്ഞവനെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. എല്ലാം ആയി എന്ന് പറയുന്നവനിൽ ചിലത് പകരുവാൻ ദൈവത്തിന് കഴിയുകയില്ല. ഞാൻ പൂർണ്ണനാണ് എന്ന് ചിന്തിക്കുന്ന പറയുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ അരികിലേക്ക് കൂടുതലായിട്ടൊന്നും പകരുവാൻ ദൈവത്തിന് കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെങ്കിലും ബലഹീനരായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും നിങ്ങൾ അശക്തരായിരിക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയുക. പ്രവാചകനായ യെശയ്യാവ് 40-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുന്ന ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അർഹതകളില്ലാത്ത സ്ഥാനത്ത് നമ്മൾ അർഹരായി മാറിയത് ദൈവത്തിന്റെ കൃപയാണ്. യോഗ്യതകളില്ലാത്ത പല സ്ഥാനങ്ങളിലും ദൈവം നമ്മെ യോഗ്യരാക്കിയത് ദൈവത്തിന്റെ കൃപയാണ്. നാം ജീവനോടെ ഇരിക്കുന്നത് പോലും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വിശ്വസ്തതയുമാണ്. ദൈവത്തിന്റെ കൃപ ധാരാളമായി ഒരു ഭക്തൻ, ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ബലഹീനതകളിലാണ്. അവർക്ക് തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത, അവർക്ക് തന്നെ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രത്യേക വിഷയത്തിലൂടെ, സാഹചര്യത്തിലൂടെ ആ വ്യക്തി കടന്നു പോകുമ്പോൾ ബലഹീനനെ ദൈവത്തിൻ്റെ കൃപ ബലപ്പെടുത്തുന്നു, ബലഹീനനെ ദൈവത്തിൻ്റെ കൃപ ശക്തീകരിക്കുന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 12:9 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നോട് പറയുകയാണ്, അവൻ എന്നോട്, പൗലോസ് പറയുന്നു, യേശു പൗലോസിനോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും എന്ന് പൗലോസ് പറയുന്നു. ഒരു മനുഷ്യരും ഈ ലോകത്തിൽ പ്രശംസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ബലഹീനതകൾ, ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള കുറവുകൾ. ആരും അവരവരുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് വെളിപ്പെടുത്തുകയില്ല. നിറവുകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ചും മാത്രമേ പറയാൻ തയ്യാറാകത്തുള്ളൂ, പ്രശംസിക്കാൻ തയ്യാറാകത്തുള്ളൂ, പ്രകീർത്തിക്കാൻ തയ്യാറാകത്തുള്ളൂ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ പ്രശംസിക്കുന്നത്, ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ, എനിക്ക് തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത, എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർന്ന തരിപ്പണമായ, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഞാൻ ഫേസ് ചെയ്ത എൻ്റെ ജീവിതത്തിലെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. ഈ എല്ലാം തികഞ്ഞവനെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. എല്ലാം ആയി എന്ന് പറയുന്നവനിൽ ചിലത് പകരുവാൻ ദൈവത്തിന് കഴിയുകയില്ല. ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ കംപ്ലീറ്റ് ആണ്, ഞാൻ നിറഞ്ഞിരിക്കുകയാണ്, ഞാൻ പൂർണ്ണനാണ് എന്ന് ചിന്തിക്കുന്ന, പറയുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ അരികിലേക്ക് കൂടുതലായിട്ടൊന്നും പകരുവാൻ, കൂടുതലായിട്ടൊന്നും നൽകുവാൻ ദൈവത്തിന് കഴിയുകയില്ല. ബൈബിൾ പറയുന്നു, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നീരൊഴുക്കുകളെ പകരും. താഴ്മയുള്ളവന് ഞാൻ കൃപ നൽകും. ബലഹീനനെ, പാപിയെ ദൈവത്തിൻ്റെ കൃപ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെങ്കിലും ബലഹീനരായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും നിങ്ങൾ അശക്തരായിരിക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയുക. പ്രവാചകനായ യെശയ്യാവ് 40-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു.